ഇന്ന് ഗോതമ്പടയാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെല്ലം, പിന്നെ തേങ്ങ, വെള്ളം, ഉപ്പ്. വെല്ലം കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. ഒരുപാട് മധുരം ചേർക്കാറില്ല ഇവിടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗോതമ്പ് പൊടി ഇളക്കിയെടുക്കാം. അല്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ ചിരകിയെടുത്ത വെല്ലവും തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. എല്ലാവരും ഈ ഒരു രീതിയിൽ അട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവണം എന്നില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ ഈ രീതിയിൽ അട ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ കഴിച്ചിട്ടേ ഇല്ല, ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കെങ്കിലും അറിയത്തില്ലാത്തവർ കാണും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ കല്ല് എണ്ണ തേച്ച് ചൂടായിട്ടുണ്ട്. കുഴച്ചെടുത്ത മാവ് ആ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പരത്തി എടുക്കേണ്ടത്, നമ്മൾ ആ വെള്ളം കുറച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കൈ തൊട്ട് വേണം ഈ മാവ് പരത്തിയെടുക്കാൻ. എന്നാലേ നന്നായി പരന്ന് നല്ല റൗണ്ടിൽ പരത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചു കൊടുത്ത് നമുക്കിങ്ങനെ മാവ് പരത്തിയെടുക്കാം, നന്നായി പരത്തിയെടുക്കാം. ഒരുപാട് തീരെ കനം കുറഞ്ഞ് പോകാൻ പാടില്ല, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഒരുപാട് കട്ടിയിൽ വരാതെ എന്നാൽ തീരെ കനം കുറഞ്ഞ് പോകാത്ത രീതിയിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾ അട പരത്തി എടുത്തിട്ടുണ്ട്. ഇത് മൂക്കട്ടെ. ഒരു വശം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറിച്ചിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറിച്ചിടാം. ഓക്കെ, ഈ വശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടെ നന്നായി മൂത്ത് വരട്ടെ. ഇപ്പോൾ 2 സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.